ഹൃദയത്തിനകത്ത് ഏതെങ്കിലുമൊക്കെ ഭാരങ്ങളുണ്ടോ, എന്തെങ്കിലുമൊക്കെ ടെൻഷൻസ് ഉണ്ടോ, ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളെ ഓർത്ത്, സാഹചര്യങ്ങളെ ഓർത്ത്, നാളത്തെ ഭാവിയെ ഓർത്ത്, ഏത് വിധത്തിലായിക്കൊള്ളട്ടെ നമ്മുടെ ഹൃദയത്തിന്റെ വേദനകൾ. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ക്രിസ്തുവിൽ ഏവർക്കും എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. 142 സങ്കീർത്തനം, ദാവീദിന്റെ സങ്കീർത്തനത്തിനകത്ത് 3-ാം വാക്യം പറയുന്നു, എൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുന്നു, നീ എൻ്റെ പാതയെ അറിയുന്നു, ഞാൻ നടക്കുന്ന പാതയിൽ അവർ എനിക്ക് ഒരു കെണി ഒളിച്ചു വച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദാവീദ് രാജാവായി കഴിഞ്ഞപ്പോൾ തനിക്ക് വിരോധമായി ശൗൽ എഴുന്നേൽക്കുകയാണ്. പല കെണികൾ തൻ്റെ പാതയിൽ, തൻ്റെ ജീവിതത്തിൽ തന്നെ ഇല്ലാതാക്കുവാൻ, തൻ്റെ പ്രാണനു പോലും ഹാനി വരത്തക്കവണ്ണം പലവിധമായ തന്ത്രങ്ങൾ ഒരുക്കി ദാവീദിന്റെ വീഴ്ച കാണുവാൻ നോക്കിയിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ദാവീദിന്റെ ഹൃദയത്തിനകത്ത് എപ്പോഴൊക്കെ ഭാരം വരുമോ, എപ്പോഴൊക്കെ പലവിധനെ ഓർത്ത് ഭാരപ്പെടുന്ന സാഹചര്യങ്ങൾ വരുമോ, അപ്പോഴെല്ലാം ദാവീദ് ആശ്രയിക്കുന്ന ഒരു മനുഷ്യനിലല്ല, ദാവീദ് കർത്താവിൽ ആശ്രയിക്കുന്നവനായിരുന്നു. അതുകൊണ്ട് അവൻ്റെ ആത്മാവിൻ്റെ വിഷാദത്തെ പോലും, അവൻ്റെ ഹൃദയത്തിൻ്റെ വേദനകളെ പോലും ദൈവം അറിയുകയും അതത് സമയത്ത് വേണ്ടുന്ന വിടുതലുകളും ദൈവികമായ കരുതലുകളും ദാവീദിന്റെ ലൈഫിനകത്ത് ദൈവം കൈമാറാനിടയായിത്തീർന്നു. അവൻ്റെ പാതകളിൽ ആരൊക്കെ ദുഷ്ടൻ ദൃഷ്ടി വെച്ചോ അതിൽ നിന്നെല്ലാം ദൈവം അവനെ പ്രൊട്ടക്റ്റ് ചെയ്ത് ദൈവിക സംരക്ഷണത്തിനുള്ളിൽ ദൈവം ഒരു ഹാനി പോലും ദാവീദിന്റെ ജീവിതത്തിനും വരുത്താതെ വണ്ണം ദൈവം അവനെ സൂക്ഷിപ്പാനിടയായിത്തീർന്നു. പ്രിയപ്പെട്ടവരെ, ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് ഏതെങ്കിലുമൊക്കെ ഭാരങ്ങളുണ്ടോ, എന്തെങ്കിലുമൊക്കെ ടെൻഷൻസ് ഉണ്ടോ, ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളെ ഓർത്ത്, സാഹചര്യങ്ങളെ ഓർത്ത്, നാളത്തെ ഭാവിയെ ഓർത്ത്, ഏത് വിധത്തിലായിക്കൊള്ളട്ടെ നമ്മുടെ ഹൃദയത്തിന്റെ വേദനകളെ അറിയുന്നൊരു ദൈവമുണ്ട്. നമ്മളെ ജീവനിലേക്ക് നയിക്കുന്ന, അദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് എത്തിക്കുന്ന, അദൈവിക പ്രോമിസിംഗിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ദൈവത്തിന്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ട്. ദാവീദിനെ വഴിയെ നടത്തിയ ദൈവം ഏത് പ്രതിസന്ധിയുടെ നടുവിലും, ഏത് കെണികൾ തന്റെ ലൈഫിനകത്ത് ശത്രുവായവർ ഒരുക്കി വെക്കുമ്പോഴും അവിടുന്നെല്ലാം ദാവീദിനെ ദൈവം പുറത്തു കൊണ്ടുവന്നതുപോലെ ഇന്ന് പകലും ഈ ദൈവശബ്ദം കേൾക്കുമ്പോൾ കർത്താവ് നമ്മളോട് ഓരോരുത്തരോടും പറയുന്നു, ഇപ്പോൾ നിങ്ങൾ അഭിമുഖീകരിച്ചിരിക്കുന്ന ആ വലിയ പ്രതിസന്ധി, ആ വലിയ കെണിയിൽ നിന്ന് അതിനകത്ത് നിങ്ങൾ അകപ്പെട്ടു പോകുവാനല്ല, കർത്താവ് നമ്മെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്ന് ജീവനോടെ നിലനിർത്തുവാൻ, ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതിക്കകത്തേക്ക് നയിക്കുവാൻ കർത്താവ് നമ്മെ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എല്ലാ ചിന്താകുലങ്ങളും, എല്ലാ ഭാരങ്ങളും മാറ്റിവെച്ചിട്ട് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക. ദാവീദിനോട് കൂടെ ഇരുന്ന ദൈവം അവൻ നമ്മളോടും കൂടെ ഇരിപ്പാൻ ശക്തനായ ദൈവമാണ്. അതുകൊണ്ട് ആത്മാവിന്റെ എല്ലാ വേദനകളെയും, എല്ലാ വിഷാദങ്ങളെ മാറ്റിവെച്ച് കർത്താവിൽ സന്തോഷമായി ജയത്തോടെ മുന്നേറുവാൻ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങൾ ഒരു അനുഗ്രഹമായി മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.